ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വരുന്ന ഓഗസ്റ്റ് 15 നമ്മൾ 2020 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ഓഗസ്റ്റ് 15 അല്ലേ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2020 ആഘോഷിക്കുന്നത്? 74. അപ്പോൾ 74ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ 2020 ഓഗസ്റ്റ് 15 ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്തായിരുന്നു? ശിപായി ലഹള. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം 1950. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലേ ഇന്ത്യൻ ദേശീയ പതാക, അത് രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? 3:2 അല്ലെങ്കിൽ 3:2. അതായത് നീളവും വീതിയും ഈ ഒരു അംശബന്ധത്തിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായി അംഗീകരിച്ച സമ്മേളനം? ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ത്രിവർണ പതാകയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് അംഗീകരിച്ചത്. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? 1930. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ദണ്ഡിയാത്ര നടന്നത്. അത് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനം ജനഗണമന അല്ലേ, അതിൻ്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചത് ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ജനഗണമന ഏതു രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം? 52 സെക്കൻഡ്. 52 സെക്കൻഡുകളാണ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? WC ബാനർജി. WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉള്ള കോൺഗ്രസ് പ്രസിഡന്റ്.
ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. അപ്പോൾ ഇന്ത്യക്കാരിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സർ. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്നാണ്? 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്നൊരു മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. വന്ദേ മാതരം എന്ന ഗാനം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന ഗാനം രചിച്ചത്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ് അദ്ദേഹത്തെ സർദാർ എന്ന് വിളിച്ച് ആ ഒരു സ്ഥാനപ്പേര് നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം? ലണ്ടൻ. ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ? 3 വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു നടന്നത്. 1930, 1931, 1932. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1931 2ാം വട്ടമേശ സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയ്ക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാന നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് അവസാനമായി പാസാക്കിയത്. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ബൈ.